ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇടുന്ന ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതുണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ, അതുപോലെ കാർഡ്ബോർഡ് ബോക്സ്, പിന്നെ ക്രാഫ്റ്റ് പേപ്പർ, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിന് നമ്മൾ വാങ്ങിക്കുന്ന പ്ലം കേക്ക് ഇല്ലേ, അപ്പം അതിൻ്റെ ബോക്സ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനിത് ആദ്യം തന്നെ 2 സ്ക്വയർ ഷേപ്പിലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേതെങ്കിലും ഒരു പീസിൻ്റെ സെയിം സൈസ് വേണേ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പീസിൻ്റെ നടുക്കൂടെ ആ മിഡിൽ പോർഷനും ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ, ഞാനിവിടെ ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും എടുക്കാം. കാരണം ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടായിരുന്നു നമ്മുടെ വൈറ്റ് കളറ്, പിങ്ക് കളറൊക്കെ കൂടുതൽ ഭംഗിയുള്ളത്. അപ്പം എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ അത് വെച്ചിട്ട് നമ്മളത് ക്രോസായിട്ട് ആ ക്രാഫ്റ്റ് പേപ്പറിൻ്റെ നടുക്കൂടെ ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മടക്കി 4 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള പോർഷനും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ച് ലെങ്ത് കൂടാനും കുറയാനും ഒക്കെ കുറച്ച് ചാൻസ് വരും. അത് നമ്മളങ്ങ് കണ്ടില്ല എന്നടിക്കുക, എന്നിട്ട് വെട്ടിക്കളയുക. അല്ലെങ്കിൽ നമ്മൾ മടക്കി അതിൽ തന്നെ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്, പക്ഷേ അത്ര പാടൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ചെറിയ ചെറിയ ക്രാഫ്റ്റ്, ഇപ്പം ഒത്തിരി വലിയ ക്രാഫ്റ്റൊന്നും അങ്ങനെ ചെയ്യാറില്ല. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാണ്, രണ്ടാമത്തെ കാര്യം സമയം കിട്ടാറില്ല. പക്ഷേ ഇപ്പം ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സൊക്കെ കാണും, നിങ്ങളങ്ങ് ക്ഷമിച്ചേരെ. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും 3 നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസസ് വേണം കേട്ടോ. അത് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ വീഡിയോ എടുക്കുമല്ലേ. എന്നിട്ട് ആ പീസസ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിപ്പം ഒരു സ്ക്വയറിന് 4 സൈഡല്ലേ, അതിൻ്റെ 3 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഒരു സൈഡ് ആക്ച്വലി നമുക്ക് ഓപ്പൺ ആയിട്ട് വേണം, എന്നാലല്ലേ നമുക്ക് ഫോട്ടോ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം കിട്ടിയ ആ ഒരു പോർഷൻ കേട്ടോ, നേരത്തെ മുന്നേ കണ്ട വീഡിയോയിൽ. ഇതാണ് ഞാൻ ആ സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞ നീളമുള്ള സ്റ്റിക്ക്. ഇത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് നമ്മുടെ ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കുന്നതിൽ അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുണ്ടാവും. പിന്നെ നമ്മളുടെ മറ്റേ കാർഡ്ബോർഡ് ബോക്സിലെ ഇത് ഞാൻ ഓൾറെഡി അവത്തയിൽ നമ്മുടെ ബ്ലാക്ക് ക്രാഫ്റ്റ് പേപ്പറൊക്കെ ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. പക്ഷേ കുഴപ്പമില്ല, അത് എളുപ്പമാണ്. ജസ്റ്റ് ആ പേപ്പറിലൊന്ന് ഒട്ടിച്ചാൽ മതി, അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വരച്ച കേട്ടോ. പണ്ട് ഡിഗ്രി അല്ല, ഞാനൊരു 6 മാസമായതേ ഉള്ളൂ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എടുത്തതാണ്, വരച്ച ഒരു ഫോട്ടോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നോക്കി ഫോട്ടോ വെക്കാം. പിന്നെ ഇത് ഞാൻ ഇച്ചിരി ക്യൂട്ട്നെസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തേ. പക്ഷേ ഇച്ചിരി ക്യൂട്ട്നെസ് ഓവർലോഡായിപ്പോയി, അത്ര ഭംഗിയില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ഡെസ്കിലൊക്കെ വെക്കാൻ നല്ലതല്ലേ. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരും. അത്രയേ ഉള്ളൂ. ബൈ ബൈ.